ഇല്ലാത്ത പൈസയുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണവും അതിന് പുറമെ കാശും കൊടുത്ത് ഓരോ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്ന ഓരോ പാരൻസിൻ്റെ ഒരു അവസ്ഥ. ഈ കല്യാണങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ചിന്തിച്ചു പോകാറുണ്ട്. എൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ തന്നെയല്ലേ ഈ വന്നു കയറുന്ന മരുമക്കളുടെ അടുത്ത് ഒരു തരം ഓഫർ ഇട്ട് കൊടുക്കുന്നത്? കാരണം ഇത്രയും ഞങ്ങൾ കല്യാണത്തിൽ നിന്നു ബാക്കിയുള്ളത് വഴിയേ തരാമെന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഇനി അവരുടെ വീട്ടിൽ ഒരു ബാത്റൂമോ അല്ലെങ്കിൽ ഒരു റൂമോ എന്തെങ്കിലും ഒന്ന് കൂട്ടിയെടുക്കുന്ന സമയത്ത് ചൊല്ലടി ചെല്ല് വീട്ടിൽ ചെല്ല് ചോദിച്ചോട്ട് വാ നിൻ്റെ അച്ഛനോട് അമ്മയോട് ചോദിക്കുക കാശ് എന്നിട്ട് വണ്ടിയുടെ സി അടയ്ക്കാനോ ഒരു വണ്ടി എടുക്കുന്ന സമയത്തോ ചെല്ല് ചോദിച്ചോട്ട് വാ വീട്ടിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ ഉന്തി തള്ളി വിടും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു ഓണം വന്നു എന്ന് വിചാരിക്കുക, ഓണക്കോട്ട് എടുക്കാൻ അമ്മയോട് ചോദിക്കടി ഓണക്കോട്ട് എടുത്ത് തരുന്നില്ലേ എന്ന് ചോദിച്ച് ഈ ചെറുക്കന്മാരെ ഈ പറയുന്ന പെണ്ണുങ്ങളുടെ മേക്കിട്ട് കുതിര കയറും. ഇതിനൊക്കെ കാരണക്കാരാരാ? ഇത്രയും സാധനങ്ങളും സേവനങ്ങളും കൊടുത്ത് ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ചേക്കുന്ന മാതാപിതാക്കൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല ഈ കെട്ടിക്കൊണ്ടു വന്ന ചെറുക്കന്മാരോ, എടാ നാറികളെ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോവരുതെന്നുള്ളതാണ്. പോയി ചത്തൂടെ? ആ പെണ്ണിന് വിധവ പെൻഷനെങ്കിലും കിട്ടൂടെ?